പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ബയോടെക്കും കൊല്ലം ട്രസ്റ്റിനും ചേർന്ന് വനിതാ സംരംഭകർക്ക് 80% സബ്സിഡിയോടുകൂടി ബയോഗ്യാസ് പ്ലാന്റ് നൽകി വരുന്നു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നിവിടെ നിർവഹിക്കുന്നത്. നമ്മൾക്ക് ഉദ്ഘാടകനായിട്ട് ഏറ്റുന്നത് നമ്മുടെ കൊല്ലത്തിൻ്റെ മേയറായിരുന്നു. പക്ഷേ ഇലക്ഷൻ ഇന്നലെ പ്രഖ്യാപിച്ചതോടുകൂടി അതിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് ജനപ്രതിനിധികൾക്കൊന്നും ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അവസരത്തിൽ നമ്മൾക്ക് വേണ്ടി ഇന്ന് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ലൈബ്രറിയനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയശ്രീ മാഡമാണ്. അതുപോലെ തന്നെ ബയോടെക്കിൻ്റെ HR മാനേജർ ബിനു സാറ്, അതുപോലെ ജനറൽ മാനേജർ ജോസഫ് സാർ, ക്രിസ്ത്യൻ നിന്നും കാർത്തിക്, നന്ദകുമാർ സാറ്, അതൊക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സംരംഭകയായിട്ടുള്ള സുമ തുടങ്ങിയവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒറ്റ വാക്കിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടിയെക്കുറിച്ച്, ഈ ബയോഗ്യാസ് പ്ലാന്റ് പ്രത്യേകതയെക്കുറിച്ചും എല്ലാം ക്രിസ്ത്യൻ ബയോടെക്കിൽ നിന്ന് വന്നിട്ടുള്ള ജോസഫ് സാറ് അത് ഇതിന് സാർ വിശദീകരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടക ആയിട്ടുള്ള പബ്ലിക് ലൈബ്രറിയിലെ ജയശ്രീ സാർ മാഡം, അതുപോലെ HI സാർ, അതുപോലെ ക്രിസ്ത്യനിലെ സാറ്, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ, പിന്നെ ബയോടെക്കിൽ നിന്ന് ഞാനും ഞങ്ങളുടെ സീനിയർ മാനേജറുമായിട്ടുള്ള ജോസഫ്, ബാക്കി അംഗങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്തു. നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഈ കുടുംബശ്രീയിൽ വയ്ക്കാനുണ്ടായ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ LPG സിലിണ്ടർ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിലും കൂടിയാണ്. ഇത്രയും നാൾ ദൈനംദിന പ്രവർത്തനത്തിന് വേണ്ടി LPG വാതകമാണ് പാചകത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കിനി ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കുന്നതിലൂടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായ രീതിയിൽ നടത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ആരംഭം കുറിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നത്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മോഡലാണ്. സ്ത്രീകൾക്കാണെങ്കിലും കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ ഈ നിർദ്ദേശപ്രകാരം അന്നന്ന് ഞങ്ങൾക്ക് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാം. അതിലൂടെ ഈ ഗ്യാസ് നമുക്ക് പാചകത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. നമസ്കാരം. രണ്ട് വാക്ക് പറയുന്നതിനായിട്ട് ക്രിസ്ത്യനിലെ നന്ദകുമാർ സാർ. കാലഘട്ടത്തിൻ്റെ വളരെ ആവശ്യം ഉള്ള ഒരു സ്ഥാപനമാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനോടൊപ്പം ഇപ്പം ആനുകാലികമായി നേരിടുന്ന ഒരു പ്രശ്നം ഗ്യാസാണ്, കുടിൽ ഗ്യാസ്. അപ്പോൾ അതിന് ഒരു പരിഹാരമാണ്. അപ്പോൾ അതിൻ്റെ വിദേശ സംരംഭക ശ്രീമതി ഹിമ മാഡം അത് സാക്ഷ്യപ്പെടുത്തി അത് ഉപയോഗം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനുള്ളത് കാലികമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ സംരംഭകരെല്ലാം തന്നെ ഈ മാലിന്യം വലിച്ചെറിയാതെ സംസ്കരിക്കുന്ന നമ്മുടെ വരും തലമുറയിലുള്ള ഒരു പ്രതിബദ്ധത കൂടിയാണെന്ന് മനസ്സിലാക്കി. അല്ലാതെ നമുക്ക് ഒരുപാട് അസുഖം, ഒരുപാട് പുരോഗതി ആരോഗ്യമേഖല വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്തതായ പുതിയ പുതിയ പല രോഗങ്ങളൊക്കെ വരുന്നതിന് പിന്നിൽ മാലിന്യത്തിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ സംരംഭകരും അല്ലാതുള്ള എല്ലാ ആളുകളും പരമാവധി ഇതുപോലുള്ള ഈ മാലിന്യ സംസ്കരണ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും നമ്മുടെ വരും തലമുറയ്ക്കും നമുക്കും ആരോഗ്യകരമായ ഒരു ജീവിതം കിട്ടാനും വേണ്ടി ഇതുപോലുള്ള ഉപകരണങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിപ്പം കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഉപാധിയാണ്. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ വേസ്റ്റല്ല, അതൊരു വെൽത്താണ്.
അതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഇതിനെ സംസ്കരിച്ചിട്ട് നമുക്ക് ഗ്യാസായിട്ടും വളമായിട്ടും മാറ്റാം, അങ്ങനെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളൊരു വലിയ കാര്യം കൂടെ അതിനകത്തുണ്ട്. കാര്യം പലരും അറിയുന്നില്ല, ഈ വലിച്ചെറിയുന്ന മാലിന്യത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും മാലിന്യങ്ങൾ നമ്മളിവിടെ പ്രോപ്പറായിട്ട് സംസ്കരിച്ച് അതിനെ ഗ്യാസായിട്ട് ഉത്പാദിപ്പിക്കുന്നു. അങ്ങനെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ യൂസ്, അതായത് ഗ്യാസിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുന്നു. ഇതിൻ്റെ മാക്സിമം പ്രയോജനം എടുക്കുക. കേരളത്തിലുടനീളം നമ്മൾ തിരുവനന്തപുരത്ത് ഇത് 100 സ്ഥാപിച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഇതിനെ കേരളത്തിലുടനീളം ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലേക്കും അവർ സ്കെയിലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൊല്ലം കോർപ്പറേഷനിലെ 2 സീരിയസിൻ്റെ പരിപോഷണമാണ് എത്തിയിട്ടുള്ളത്. അതായത് ഇത് അംബിക കൊല്ലം സീരിയസിൻ്റെ ചെയർപേഴ്സണാണ്, ഇത് ബിജു കൊല്ലം ഈസ്റ്റ് സീരിയസിൻ്റെ ചെയർപേഴ്സണാണ്. ഇവരെ 2 പേരുടെയും കൂടെ അണ്ടറിൽ ഏകദേശം 3000-ൽ കൂടുതൽ കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 3000 കുടുംബശ്രീ യൂണിറ്റുകളിൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് യൂണിറ്റുണ്ട്. എനിക്ക് 100 കണക്കിന് യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസരം അവർക്കും കൂടി പ്രയോജനപ്രദമാക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടാകണം. അതാണ് ഗീത നമ്മുടെ ഒരു സംരംഭകയാണ്, നമുക്ക് അഡ്വാൻസ് അടച്ചിട്ടുള്ള ആളുകളാണ്. ഇനി നമ്മുടെ ഈ സംരംഭത്തിലേക്ക് 100 കണക്കിന് ആൾക്കാർ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ തന്നെ എത്തേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിന് ഒരു ആശംസ പറയുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ സീരീസിൻ്റെ അംബികയെ ഞാൻ താമസിച്ച പരിപാടി ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇപ്പോൾ വന്ന് ജില്ലാടകത്തിൽ ഈ കമ്മിറ്റിക്കകത്ത് ഇപ്പോൾ നിൽക്കുന്ന അധ്യക്ഷൻ, ഈ സംസാരിച്ച സാറുമാർ, ഈ വേദിയിൽ നിൽക്കുന്ന എല്ലാവർക്കും നല്ലൊരു ക്യാമ്പയിനാണ്. ഇതിപ്പം ഇപ്പം 1 മാസത്തിൽ കൂടുതലായി. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ് ബുക്ക് ചെയ്തിരിക്കുന്ന കൊല്ലം സീരീസിൻ്റെയാണ്. അപ്പം പിന്നെ അവിടുത്തെ ഈ ജനകീയ ഹോട്ടലിൻ്റെ അഞ്ച് ചേച്ചി, അപ്പം ഞങ്ങൾക്കൊരു 100 കണക്കിന് സംരംഭക്കാരുണ്ട്. അപ്പം അവരൊക്കെ അത് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. പിന്നെ വീടുകളിലേക്കും കൂടെ ആ കാര്യങ്ങളോട് ഒന്ന് പരിഗണിക്കണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഗ്യാസ് വിലയുടെ ക്ഷാമം അത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഗ്യാസ് തീർന്നിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയ എല്ലാം കഴിച്ചിട്ട് വരുന്നത്. അപ്പം അത് അങ്ങനെയും കൂടെ ചെയ്തു തന്നില്ലെങ്കിൽ വലിയ കാര്യമായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പിന്നെ ഈ ക്യാമ്പയിന് നടത്താൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ കൊല്ലം സീരീസിനോടും ആശംസ അറിയിക്കുന്നു. താമസിച്ചു പോയി, ബെറ്ററായി പോയി. അപ്പം അങ്ങനെയാണ് എത്തിയത്. പിന്നെ നമ്മുടെ കൊല്ലം ഈസ്റ്റ് സീരീസിൽ മായയ്ക്ക് സംരംഭത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഹോട്ടലുകാരൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സപ്പോർട്ട് തന്നിരിക്കും കൊല്ലം സംരംഭക വീട്ടിൽ ഒരു പിന്നെ 25 യൂണിറ്റ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ വീട്ടിലും കൂടെ ഗ്യാസ് എടുക്കാം. പക്ഷേ കാര്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്യാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഔപചാരികമായ ഒരു ഉദ്ഘാടനം നമ്മുടെ പിന്നെ ജയശ്രീ മാഡം, നമ്മുടെ ഇവിടുത്തെ ലൈബ്രറി ജയശ്രീ മാഡം നിർവഹിക്കുന്നതാണ്. അതിനുവേണ്ടി മാഡത്തിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ചൗകത്തിൽ ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നമ്മുടെ ബയോടെക്കിൻ്റെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലം പബ്ലിക് ലൈബ്രറിക്ക് ഇങ്ങനൊരു ബയോടെക്കിൻ്റെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ വേസ്റ്റിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ കണ്ട ആളാണ്. അപ്പോൾ കുട്ടികൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ്, ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഇവിടെ. കുട്ടികൾ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് ഇവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളെ ക്യാൻറ്റീൻ നടത്തുന്ന ബിജി സാറ് ഇങ്ങനെ ഒരു പദ്ധതി പറഞ്ഞു. അത് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഡൗട്ടൊക്കെ ആണെങ്കിൽ പുള്ളിക്കാർ പറഞ്ഞു തന്നു, എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കത് വളരെ സ്വാഗതമായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്ലാന്റ് വരുന്നതോടുകൂടി നമ്മളെ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ നന്നായിട്ട് നടക്കും. അതിലൂടെ നമുക്ക് ഗ്യാസും കൂടി കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. കാരണം അത് പാചകത്തിന് ഉപയോഗിക്കാം. കാരണം ഡെയിലി ഇപ്പോൾ LPGയുടെ ഉപയോഗം നമുക്ക് കൂടുതൽ കുറഞ്ഞു വരികയില്ല, നമുക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടാറില്ല. അപ്പോൾ ഇതുപോലെയൊരു സംരംഭം നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞതും ഇതിലൂടെ ഗ്യാസ് ലഭ്യത കിട്ടിയതും ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിന് ഒരു പ്ലാന്റാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ബയോഗ്യാസ് പ്ലാന്റ് നല്ലതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ വേസ്റ്റ് ക്രഷ് ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ നമ്മൾ ആഹാരം ചവച്ച് കഴിക്കുന്നത് പോലെ ക്രഷ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്റ്റിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, നമ്മുടെ ബ്രാഡ്ബോ ട്രെയിൻ 1000 എന്നാണ് അതിൻ്റെ പേര്. അത്യാവശ്യം ഫുഡ് വേസ്റ്റ് അതിനകത്തിട്ട് ക്രഷ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ക്രഷ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് ദഹിക്കാനുള്ള ഇതുണ്ട്.
അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ട് വാക്ക് അതിനങ്ങനെ നമ്മുടെ കൊല്ലം ഈസ്റ്റ് സീരീസിൻ്റെ അക്കൗണ്ടൻറ്റ് കല എത്തിയിട്ടുണ്ട്. കലയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ഹിമയെ ഞാൻ ക്ഷണിക്കുകയാണ്. അവസ്ഥയായിരുന്നു. അപ്പോൾ ഗ്യാസ് കിട്ടുക എന്നതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് പുറത്ത് കളയും ഭയങ്കര ഒരു ഇതായിരുന്നു. അത് വലിയ ഒരു ഇതാണ് സാറിന്. അപ്പോൾ സാറ് ഇക്കാര്യം പറയുമ്പോഴേ ഞങ്ങൾ സാറ് കറക്റ്റ് സമയത്ത് സാർ വന്നെങ്കിൽ പറഞ്ഞപ്പോഴേ ഇത് ഞങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്തു. സാറ് എത്രയും പെട്ടെന്ന് കഴിക്കുന്നു മാത്രമേ. അപ്പം ഇത് ഒരുപാട് കൊല്ലം സീരീസിലും ഈസ്റ്റ് സീരീസിലും ഒരുപാട് സംരംഭങ്ങൾ ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുപോയി. കൊല്ലത്ത് മാത്രമല്ല, ഞാൻ ഒന്ന് രണ്ട് എൻ്റെ പേഴ്സണൽ കോൺടാക്റ്റിലുള്ള സമീപ പഞ്ചായത്തിലുള്ള ഇൻഡീഷ്യനോട് അറിയിച്ചപ്പോൾ നമ്മുടെ വിദേശ സ്ഥലം മീനാടാണ്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിലുമല്ല, കൊട്ടിയത്തിനുമൊക്കെ അപ്പുറത്താണ്. മീനാട് ചാത്തന്നൂർ പഞ്ചായത്തിലുള്ള മീനാട് എന്ന സ്ഥലത്തുള്ള ആളാണ്. അതങ്ങനെ ഇദ്ദേഹം ശോഭ, ഇദ്ദേഹം വയനാട് പഞ്ചായത്ത് കൊട്ടിയത്ത് ഉള്ള ഒരു സംരംഭകയാണ്. അപ്പോൾ അവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അപ്പോൾ ഈ ഒരു പദ്ധതി ഇവിടെ നല്ല രീതിയിൽ ഗീത പിന്നെ നമ്മുടെ ഇവിടെ കൊല്ലം കോർപ്പറേഷനകത്തുള്ള സംരംഭം തന്നെയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് സക്സസ് ആകും എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അതിൻ്റെ എഫിഷ്യൻസി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റൗവ് അപ്പം വളരെ നല്ല എഫിഷ്യൻസിയോടുകൂടി കത്തുന്നതാണ്. പിന്നെ ഇത് ഗ്യാസ് എപ്പോഴും ഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വീട്ടിലെ പോലെ ഒരു നേരമുള്ള പാചകമല്ല. മീൻസ് ഇത് ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് 2-3 നേരം പാചകം ചെയ്യാം. രാവിലെ പാചകം ചെയ്യാം, ഉച്ചയ്ക്ക് പാചകം ചെയ്യാം, കാര്യം പാചകം ഞങ്ങൾക്ക് വൈകിട്ട് ചെയ്യാം. അപ്പം മാക്സിമം കാര്യം ഇത് ടർബോ മോഡലായതുകൊണ്ട് ഇതിനകത്ത് ഗ്യാസ് മറ്റേതുപോലെ ഡൂം പൊങ്ങി വരത്തില്ല. പക്ഷേ എങ്കിലും അതിനകത്ത് നല്ല പ്രഷർ ഉള്ളതുകൊണ്ട് നല്ല ശക്തിയുള്ള ഫ്ലെയിമാണ് കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തുക. അതിന് ജസ്റ്റ് ഒരു വാലുവാണ് സൗണ്ട് കേട്ടോ കേട്ടോ. നല്ല പവറിലാണ് ഗ്യാസ് വരുന്നത്. അപ്പം നമുക്ക് ഇത് കത്തിച്ചിട്ട് വെള്ളമെടുത്ത് വയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി ജയശ്രീ മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. മാഡത്തെ ഇത് ഇങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ട് കാണിച്ചാൽ ഇടത്തോട്ട് തിരിക്കുക. നല്ല പവറാണ് അതിന്. ആ വെള്ളം എടുത്ത് വെച്ച് വെള്ളം എടുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറയ്ക്കാം. ഗ്യാസ് ഇതാണെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റവ് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ടാക്കുമ്പോൾ കുറയും, ഇങ്ങോട്ടാകുമ്പോൾ കൂടും കേട്ടോ. ഫ്ലെയിം കണ്ടോ നല്ല. ഇതിനകത്ത് ചെറിയ പാത്രമല്ല, വലിയ പാത്രമാണ് വെക്കേണ്ടത്. നല്ല പവറാണ്, നല്ല പവർ. ഇതാണ് നല്ല പവർ. കുറച്ച് അപ്പം എല്ലാവരും ഈ സംരംഭം വിജയമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും കൈയടിച്ചത്. അപ്പൊ വന്നതിലും മാഡത്തിന് ബോധ്യം വളരെ